ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 14-ാമത്തെ അധ്യായം 16-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയും: ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് തരികയും ചെയ്യും. എപ്പോഴും കൂടെ ആയിരിക്കുന്ന ഒരു സഹായകനെ, പരിശുദ്ധാത്മാവിനെ തരൂന്നാണ് ഈശോ പറഞ്ഞത്. എപ്പോഴും കൂടെ ആയിരിക്കാൻ, ചില സമയത്ത് മാത്രമല്ല, ചില അവസരങ്ങളിൽ മാത്രമല്ല, എപ്പോഴും കൂടെ ആയിരിക്കാൻ, രാവും പകലും കൂടെ ആയിരിക്കാൻ സഹായിക്കുന്ന ഒരാൾ. സഹായകൻ അതാണല്ലോ, സഹായിക്കുന്ന ഒരാൾ. ഒരിക്കലും നീ ഒറ്റയ്ക്കാകരുതെന്നും നീ വിഷമിക്കരുതെന്നും നീ അസ്വസ്ഥപ്പെടരുതെന്നും ആഗ്രഹിച്ചിട്ട് തന്നെയാണ് ഈശോ ഇങ്ങനെ ഒരു വാഗ്ദാനം നമുക്ക് തരിക. സഹായിക്കുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ഞാൻ തരികയും ചെയ്യും. ഈ പരിശുദ്ധാത്മാവ് മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയൊക്കെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് വന്ന് വാസമുറപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ പരിശുദ്ധാത്മാവ് നിറസാന്നിധ്യമായിട്ടുണ്ട്. പക്ഷേ ആ ഒരു സാന്നിധ്യം അനുഭവിക്കാൻ ചിലപ്പോഴെങ്കിലും നമ്മൾ മറന്നു പോകുന്നു. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനോട് കൂട്ടുകൂടാൻ, ഒന്ന് സ്നേഹിക്കാൻ, പരിശുദ്ധാത്മാവിനെ ഒന്ന് മാനിക്കാൻ, ഒന്ന് അംഗീകരിക്കാനൊക്കെ ചിലപ്പോഴെങ്കിലൊക്കെ നമ്മൾ മറന്നു പോവുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഏത് പ്രശ്നത്തിൻ്റെയും മുകളിൽ കയറി നിൽക്കാൻ നമ്മളെ സഹായിക്കുന്നവനാണ്. ഒരു പ്രശ്നവും ഒരു പ്രതികൂല സാഹചര്യവും നമ്മളെ അടിമപ്പെടുത്താൻ സമ്മതിക്കത്തില്ല. മറിച്ച് ആ പ്രശ്നത്തിൻ്റെ മീതെ കയറി നിൽക്കാൻ, പുറത്ത് കയറി നിൽക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. പ്രലോഭനങ്ങളും പ്രകോപനങ്ങളും ഒക്കെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അതിനെയൊക്കെ അതിജീവിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുകയാണ്. ചിലപ്പോഴൊക്കെ തോന്നുകയല്ലേ, ഇച്ചിരിയൊക്കെ ഒന്ന് പ്രതികരിച്ച് പറയണത് നല്ലതാണ്, ഇച്ചിരിയൊക്കെ ഒന്ന് ഒച്ച വെക്കണത് നല്ലതാണ്, ഒന്നും മിണ്ടാതിരുന്നാൽ പറ്റുകയില്ല, ഇച്ചിരിയൊക്കെ മദ്യം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, കുറച്ചൊക്കെ പ്രാർത്ഥന മതി, കുറച്ച് പ്രാർത്ഥന മതി. അങ്ങനെ അങ്ങനെ പല രീതിയിൽ തിന്മയുടെ സ്വാധീനം നമ്മളെ അലട്ടുമ്പോൾ, തിന്മ നമ്മുടെ മനസ്സിലിരുന്നിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള കൃപ മുഴുവൻ പതുക്കെ പതുക്കെ ചോർത്തി കളയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും നമ്മളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. കുഞ്ഞേ, അങ്ങനെയല്ല കേട്ടോ, നീ ഇങ്ങനെയാ ചെയ്യേണ്ടത്, നീ അങ്ങനെയല്ല പറയേണ്ടത്, നീ ഇങ്ങനെയാ ചിന്തിക്കേണ്ടത് പറഞ്ഞു തരും. അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്നേഹമാണ്, അത് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അടയാളമാണ്, സാന്നിധ്യമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒറ്റ ഒരു പ്രാർത്ഥന ഹൃദയത്തിൽ: പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. സദാസമയവും ലോകത്തിൻ്റെ സ്വരമേത്, ദൈവത്തിൻ്റെ സ്വരമേത് എന്ന് തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തിൻ്റെ സ്വരത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. അതൊക്കെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ഡ്യൂട്ടി. പരിശുദ്ധാത്മാവ് ദൈവമക്കളായിട്ടുള്ള എല്ലാവരെയും സഹായിക്കാൻ സന്നദ്ധനാണ്. ആര് ദൈവത്തിൻ്റെ മകനാണോ, ആര് ദൈവത്തിൻ്റെ മകളെന്ന നിലയിൽ ജീവിക്കുന്നുവോ, ആ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്നുവോ, അവരെല്ലാവരെയും സഹായിക്കാൻ പരിശുദ്ധാത്മാവ് സന്നദ്ധനാണ്, തയ്യാറാണ്. ഒന്ന് വിളിച്ചാൽ മതി, ഒന്ന് ചോദിച്ചാൽ മതി, ഒന്ന് ആവശ്യപ്പെട്ടാൽ മതി, പരിശുദ്ധാത്മാവ് നിരന്തരം സഹായിക്കും. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം, പ്രേക്ഷിത പര്യടനമൊക്കെ കഴിഞ്ഞിട്ട് ഇച്ചിരി ക്ഷീണമായി. പോർസിംഗൂലായിൽ എത്തിയപ്പോൾ ഈ ഫ്രാൻസിസ് അസീസിക്ക് വല്ലാത്തൊരു ക്ഷീണം, ശരീരമൊക്കെ വല്ലാണ്ട് മെലിഞ്ഞു പോയെന്നൊക്കെ എല്ലാവരും പറയുന്നു. തനിക്ക് തന്നെയും അത് ഫീൽ ചെയ്യാൻ, അങ്ങനെ അനുഭവപ്പെടുകയാണ്. എന്താ ചെയ്തെന്നറിയാവോ? ഇച്ചിരി കഠിന ഉപവാസമൊക്കെ അങ്ങ് കുറച്ചു. അങ്ങ് മൊത്തം ഭക്ഷണം കഴിക്കാണ്ട് നടക്കുന്ന ആ സംഭവമൊക്കെ അങ്ങ് മാറ്റിയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങി. നല്ല കോഴി സൂപ്പൊക്കെ വാങ്ങി കഴിക്കാൻ തുടങ്ങി. ശരീരം ഒന്ന് മെച്ചപ്പെട്ടു, ഒന്ന് ഉഷാറായി, ക്ഷീണമൊക്കെ മാറി. പെട്ടെന്ന് വലിയൊരു മനസ്സിൽ ക്ലേശം അനുഭവിക്കുകയാണ് ഫ്രാൻസിസ് അസീസി. മനസ്സിലൊരു ചിന്ത: ഇത്രയും വേണ്ടായിരുന്നു, ദൈവത്തെക്കാൾ കൂടുതൽ ശ്രദ്ധ എൻ്റെ ശരീരത്തെക്കുറിച്ച്, എൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ഞാൻ കൊടുത്തുപോയി, അങ്ങനെ വേണ്ടായിരുന്നു. എന്നാ ചെയ്തെന്നറിയോ? ഈ വിശുദ്ധ ഫ്രാൻസിസ് തൻ്റെ സഹോദരന്മാരെയൊക്കെ അടുത്തേക്ക് വിളിച്ചു: നിങ്ങളിങ്ങോട്ട് വാ, നിങ്ങളൊരു കാര്യം ചെയ്യണം, എൻ്റെ കഴുത്തിൽ കയറ് കെട്ടിയിട്ട് എന്നെ ഈ റോട്ടിൽ കൂടെ ഇങ്ങോട്ട് വലിച്ചഴച്ചുകൊണ്ട് പോകണം. എന്നിട്ട് നിങ്ങൾ ഉറക്കെ വിളിച്ച് പറയണം, വലിയ താപസനാണ്, വലിയ പ്രാർത്ഥനക്കാരനാണ്, അങ്ങനെ അഭിനയിച്ച് നടന്നവൻ, മഹാകൊതിയനായ മനുഷ്യൻ, അവനാണിവൻ. നിങ്ങൾ ലോകം മുഴുവനും വിളിച്ചു പറയണം, ഇവൻ മഹാകൊതിയനായ മനുഷ്യൻ, എല്ലാവരോടും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് ആരും അറിയാതെ കോഴി സൂപ്പ് കുടിച്ചിട്ട് ശരീരത്തെ പുഷ്ടിപ്പെടുത്താൻ പരിശ്രമിച്ചിട്ടുള്ളവൻ. എന്നിട്ട് ഇങ്ങനെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് എല്ലാ കുറ്റക്കാരെയും വിധിക്കാൻ
ഒരു കല്ലിൽ കയറ്റി നിർത്തുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലത്ത് എന്നെ കൊണ്ട് നിർത്തണം. ഫ്രാൻസിസ് അസീസി തൻ്റെ സഹോദരന്മാരോട് പറയാൻ അവരതുപോലെ തന്നെ ചെയ്തു. ഫ്രാൻസിസ് അസീസി എങ്ങനെ ചെയ്യാൻ പറഞ്ഞുവോ ആവശ്യപ്പെട്ടുവോ അതുപോലെ തന്നെ സഹോദരന്മാർ ഈ വിശുദ്ധനോട് ചെയ്യാൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, ജഡത്തിൻ്റെ ചിന്തകളും ശരീരത്തിൻ്റെ ചിന്തകളും കീഴടക്കാൻ പരിശ്രമിക്കുമ്പോൾ അവയെ അതിജീവിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ നമുക്ക് സഹായം സ്വർഗത്തിൽ നിന്ന് ആവശ്യമാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും, പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്തും. ഈ വിശുദ്ധ ഫ്രാൻസിസ് അസീസി തന്നെ ജീവിതത്തിൽ മറ്റൊരിക്കലും ചെയ്തൊരു കാര്യമുണ്ട്. അവിടെ ഉണ്ടായിരുന്ന മുള്ളുകൾ ഉള്ള റോസാ ചെടി അവിടെ ഉണ്ടായിരുന്നു. നല്ല മുള്ളുകളാണ്, നിറയെ മുള്ളുകളാണ്. ഈ റോസാ ചെടിയുടെ അടുത്ത് പോയിട്ട് ഒരു സെക്കൻഡ് ഒന്ന് നിന്നു. എന്നാ ചെയ്യണ്ടേ? ഈ ചിന്തകളെ ഒന്ന് അതിജീവിക്കണം. ജഡിക ചിന്തകൾ, ലോകത്തിൻ്റെ ചിന്തകൾ, ലോകത്തിൻ്റെ സന്തോഷങ്ങൾ മനസ്സിനെ ഇങ്ങനെ വരിഞ്ഞു മുറുക്കുമ്പോൾ ഒന്ന് രക്ഷപ്പെടണമെന്ന്, ഈ ഒരു അവസ്ഥയിൽ നിന്നൊരു മോചനം കിട്ടണമെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിച്ച, എന്നാൽ ലോകത്തോട് പറഞ്ഞിട്ടില്ല, കൂടെയുള്ളവർക്കൊന്നും അറിയത്തില്ല, വേറെ ആർക്കും അറിയത്തില്ല, ദൈവത്തോട് മാത്രം. അങ്ങനെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് ശക്തി സംഭരിച്ച ഈ വിശുദ്ധ ഫ്രാൻസിസ് എന്ത് ചെയ്തെന്നറിയോ? റോസാ ചെടിയുടെ ഇടയിലേക്ക് അങ്ങ് ചാടുകയാണ്. ആ മുള്ളുകൾക്കിടയിൽ കിടന്ന് ഉരുണ്ട് മറിയുകയാണ്. ഒരു വെറൈറ്റി എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ചുമ്മാ ഒരു രസത്തിന് വേണ്ടിയിട്ട് ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ടൈം പാസിന് വേണ്ടിയിട്ട് ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, എന്തേ വിശുദ്ധൻ അങ്ങനെ ചെയ്തെന്നറിയാവോ? തന്നെ കീഴ്പ്പെടുത്താൻ തുടങ്ങിയിരുന്ന ലോകത്തിൻ്റെ ശക്തികളെ, ലോകത്തിൻ്റെ മോഹങ്ങളെ കീഴ്പ്പെടുത്താൻ തൻ്റെ ശരീരത്തെ കർശനമായി നിയന്ത്രിക്കുകയായിരുന്നു. തൻ്റെ ശരീരത്തെ കർശനമായിട്ട് കീഴടക്കുകയായിരുന്നു. ശരീരത്തിൻ്റെ ഇച്ഛകളെ തോൽപ്പിക്കുകയായിരുന്നു. പരിശുദ്ധാത്മാവ് സഹായിക്കും. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ സ്വരം കൃത്യമായിട്ട് കേൾക്കാൻ നമ്മളെ പരിശീലിപ്പിക്കും, നമ്മളെ സഹായിക്കും. വിശുദ്ധ ബെർണാർഡിൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരനുഭവം ഉണ്ടായിട്ടുള്ളത് നമുക്കിപ്പോൾ കേൾക്കാം. ഈ ബെർണാർഡ് തണുത്തുറഞ്ഞ ജലാശയത്തിൽ പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് ആ തണുത്ത് ഫ്രീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അനക്കത്തില്ല, അത്രയും തണുപ്പാണ്. ആ വെള്ളത്തിൻ്റെ മീതെ പോയി കിടക്കും. ആ തണുത്തുറഞ്ഞ ജലാശയത്തിൽ മണിക്കൂറുകൾ പോയി കിടക്കും. കൂടെയുള്ളവരൊക്കെ പറയും, ഇത് തനിവട്ടൻ, ഒരു ബോധമില്ലാത്ത മനുഷ്യൻ ആരെങ്കിലും ചെയ്യൂ ഇങ്ങനെയൊക്കെ ഒരു കാര്യം. എന്തേ ഇങ്ങനെ ചെയ്തെന്നറിയോ? മറ്റുള്ളവരുടെ പ്രീതി കിട്ടാനല്ല, ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ടല്ല, ഈ ലോകത്തിൻ്റെ കയ്യടി വാങ്ങാനും അല്ല, ദൈവത്തിൻ്റെ മുൻപിൽ വിശ്വസ്തത പാലിക്കാൻ, തൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ പരിപൂർണ വിശ്വസ്തത പാലിക്കാൻ ബെർണാർഡ് തന്നെ സമർപ്പിക്കുകയായിരുന്നു, തന്നെ വിട്ടുകൊടുക്കുകയായിരുന്നു. ലോകത്തിൻ്റെ ചിന്തകളെ തോൽപ്പിച്ച്, ജഡത്തിൻ്റെ ഇച്ഛകളെ തോൽപ്പിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ സ്വരത്തോട് ചേർന്ന് നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ടുള്ളൊരു ജീവിതം. വിശുദ്ധാത്മാക്കൾക്ക് ദൈവത്തിൻ്റെ സ്വരമേത്, ലോകത്തിൻ്റെ സ്വരമേത് എന്ന് തിരിച്ചറിയാൻ കഴിയുമായിരുന്നു. വിശുദ്ധ ജെറാർദിൻ്റെ ജീവിതത്തിൽ ഒരു സംഭവമുണ്ട്. വിശുദ്ധ ജെറാർദ് ആഴ്ചയിൽ 3 ദിവസം ഉപവസിക്കും. ഭക്ഷണത്തോടൊന്നും വലിയ താല്പര്യമൊന്നും ഈ വിശുദ്ധനില്ല. വിശുദ്ധൻ ചെയ്യുമായിരുന്നു, അരയിലും നെഞ്ചിലൊക്കെ കൂർത്ത മുള്ളുകൾ കൊണ്ടുള്ള ചങ്ങലകളൊക്കെ കെട്ടി നടക്കുമായിരുന്നു. ശരീരത്തെ പിടിപ്പിക്കുക. രുചിയുള്ള ഭക്ഷണത്തിലൊക്കെ കയ്പുള്ള ഇലകൾ ചേർക്കും. അങ്ങനെയാണ് ഈ വിശുദ്ധ ബെർണാർഡ് ഭക്ഷിച്ചിരുന്നത്. ഈ വിശുദ്ധ ബെർണാർഡ് പലപ്പോഴും തൻ്റെ നാക്കുകൊണ്ട് തറയിൽ കുരിശ് വരയ്ക്കും. തന്നെ എളിമപ്പെടുത്തുകയാണ്, തന്നെ വിധേയപ്പെടുത്തുകയാണ്. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ശരീരത്തെ തീറ്റിപ്പോറ്റിയാൽ, ഒരു പരിധി വിട്ട് ശരീരത്തെ തീറ്റിപ്പോറ്റിയാൽ ദൈവസ്നേഹം ഉള്ളിൽ പ്രവേശിക്കില്ല. ഇങ്ങനെ പറഞ്ഞ വിശുദ്ധൻ തൻ്റെ ജീവിതത്തിൽ മറ്റൊരു കാര്യം കൂടെ ചെയ്തതായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഈ വിശുദ്ധൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു കർത്താവിനോട്, കർത്താവേ എൻ്റെ നാവിൻ്റെ രുചി എടുത്തു മാറ്റ്, എൻ്റെ നാവിൻ്റെ രുചി എടുത്തു മാറ്റ്. 3 വർഷം പ്രാർത്ഥിച്ചു എന്നാണ് പറയണത്. 3 വർഷം കഴിഞ്ഞപ്പോൾ വിശുദ്ധൻ പറയാണ്, എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു, എൻ്റെ നാവിൻ്റെ രുചി മുഴുവനും പോയി, ഇപ്പം മത്തങ്ങ കറി കഴിച്ചാലും കോഴിയിറച്ചി കഴിക്കുന്ന രുചിയുണ്ടെന്നാണ് പറയണത്. വിശുദ്ധ ബെർണാർഡ് തനിക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങളിലാണെങ്കിൽ പോലും ശരീരത്തെ നിയന്ത്രിക്കുകയാണ്, ശരീരത്തിൻ്റെ ഇഷ്ടങ്ങളോട് പൂർണ്ണമായിട്ടും വിട പറയുകയാണ്. സാധാരണ ജീവിതം നയിക്കുന്നവർക്ക് സാധ്യമല്ല. ഒരു പടി ആത്മാവിൽ വളരാൻ, ഒരു പടി ആത്മാവിൻ്റെ സ്വരം കേട്ടിട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കാണ് ഇതിനൊക്കെ സാധിക്കുക. വില കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ കണ്ണ് നിറയും, ചിലപ്പം സങ്കടം തോന്നും, ചിലപ്പോൾ ഒറ്റപ്പെടുന്ന പോലെ തോന്നും, അനുഭവപ്പെടും. പരിശുദ്ധാത്മാവ് സഹായിക്കുന്നവൻ നമ്മുടെ അരികിലുണ്ട് എല്ലാ സമയവും. മോളെ ടെൻഷൻ പിടിക്കില്ല, മോനെ ധൈര്യമായിട്ടിരിക്കണം, ഇങ്ങനെ പറഞ്ഞ് പരിശുദ്ധാത്മാവ് എല്ലാ സമയവും നമ്മളെ സഹായിക്കുകയാണ്. പ്രതികൂല സാഹചര്യങ്ങൾ നമുക്ക് അനുഭവപ്പെടാം, ഓർക്കാപ്പുറത്ത് രോഗങ്ങൾ വരാം, ഓർക്കാപ്പുറത്ത് ബലഹീനതകൾ നമ്മളെ കീഴടക്കാം, ഓർക്കാപ്പുറത്ത് ഞെരുക്കങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകാം. തളർന്ന് വീഴാതിരിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. കുരിശിലെ വിശുദ്ധ യോഹന്നാൻ എപ്പോഴും തൻ്റെ പ്രിയപ്പെട്ടവരോട് പറയും,
ഞാൻ സഹിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ വിഷമിക്കരുത്. കാരണം ഇത് ഞാൻ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയതാണ്. ഈ ഒരു സഹനം ഞാൻ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയതാണ്. അതുകൊണ്ട് എൻ്റെ സഹനം കാണുമ്പോൾ നിങ്ങൾ വേദനിക്കരുത്, വിഷമിക്കരുത്. കുരിശിലെ വിശുദ്ധ യോഹന്നാൻ്റെ കാലിൽ ഒരു വ്രണം ഉണ്ടായി. അത് വല്ലാണ്ട് പഴുക്കാൻ തുടങ്ങി, അത് വല്ലാതെ വേദനിപ്പിക്കാൻ തുടങ്ങി. അത് ശരീരം മുഴുവനും വ്യാപിച്ചു. നല്ല പനി, അതുപോലെ ശരീരം മുഴുവനും വ്രണമായിട്ട് മാറുകയാണ്. ഈ വിശുദ്ധൻ എന്താ ചെയ്തെന്നറിയോ? ഡോക്ടറുടെ അടുത്ത് ചെന്നു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ശരീരം മരവിപ്പിക്കണ്ട, ഡോക്ടർ ചികിത്സ ആരംഭിച്ചുകൊള്ളുക. ഡോക്ടർ ശരീരത്തിൻ്റെ പല അവയവങ്ങളെയും മുറിച്ച് നീക്കേണ്ടതായിട്ട് വന്നു. അത്രയും ശരീരത്തിൽ പഴുപ്പ് കയറിയായിരുന്നു. പല ഭാഗങ്ങളും തുറന്നിട്ട് അവിടുത്തെ പഴുപ്പ് എടുത്ത് കളയണമായിരുന്നു. ഒത്തിരി വേദന സഹിച്ചിട്ടുണ്ട്, ഒത്തിരി വേദന. എന്നിട്ടും ഈ വിശുദ്ധ യോഹന്നാൻ, കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ കർത്താവിനോട് ചോദിച്ചിട്ട് തന്ന സഹനമാണ്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഈ സഹനത്തെ സ്നേഹിക്കുന്നത്. എനിക്കും പരാതിയില്ല, എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. മദർ തെരേസ പറയും, സഹനമാണ് ജീവിതയാത്രയുടെ ലക്ഷ്യം, ജീവിതയാത്രയെ വിജയത്തിലേക്ക് നയിക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, ശരീരത്തിൽ രോഗാവസ്ഥ വരുമ്പോൾ, ശരീരത്തിൽ പെട്ടെന്ന് കൊച്ചു ഒരു ജലദോഷം വന്നാൽ പോരെ, നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകുകയല്ലേ? ഒരു തലവേദന വന്നാൽ പോരെ? എത്രയോ ആകുലപ്പെടുന്നവരെ കണ്ടിട്ടുണ്ട്, എത്രയോ പ്രാർത്ഥിക്കാൻ കഴിയാതെ നടക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ഒരു കൊച്ചു തലവേദന വരുമ്പോഴേക്കും പള്ളി പോകാത്തവർ, പ്രാർത്ഥിക്കാത്തവർ, കുരിശ് വരയ്ക്കാൻ പറ്റാത്തവർ ഇറിറ്റേറ്റഡ് ആകുകയാണ്, ഇഷ്ടക്കേട് വരികയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് ഏത് പ്രതികൂല സാഹചര്യത്തെയും നമ്മളെ നേരിടാൻ സഹായിക്കും. ഏത് പ്രതികൂല സാഹചര്യത്തെയും നേരിടാൻ നമ്മളെ സഹായിക്കും. വിശുദ്ധ കൊള്ളറ്റിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൊരു അനുഭവം, താൻ സഭ ആരംഭിച്ചിട്ട് 8ാമത്തെ സമൂഹത്തിന് രൂപം കൊടുക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സഭയിലെ ശ്രേഷ്ഠത്തിയായ ഈ വിശുദ്ധ കൊള്ളറ്റ് പ്രധാനപ്പെട്ട ഒരു അംഗമാണ് ഈ വിശുദ്ധ കൊള്ളറ്റ്. അങ്ങനെ ഈ വിശുദ്ധ കൊള്ളറ്റ് ആ ആശ്രമത്തിലെ എല്ലാ സഹോദരിമാരെയും കാണാൻ വരികയാണ്. ബെനഡിക്റ്റൈൻ സഭാംഗങ്ങളാണ്. ഇവരെല്ലാവരും വലിയ സ്നേഹത്തോടെ ഈ വിശുദ്ധ കൊള്ളറ്റിനെ കാണാൻ അവരുടെ സ്വീകരണ മുറിയിലേക്ക് വരികയാണ്. ഈ വിശുദ്ധ കൊള്ളറ്റ് സഹോദരിമാരെ ഓരോരുത്തരെ അരികിൽ ചെന്നിട്ട് ആശ്ലേഷിച്ച് അവരെ സ്നേഹത്തോടെ അനുഗ്രഹിക്കുകയാണ്. ഇതിനിടയിൽ ഈ കൊള്ളറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അങ്ങ് ദൂരെ ഒരു യുവ സന്യാസി മാറി നിൽക്കുന്നത്. ഇങ്ങനെ എത്തി നോക്കുന്ന പോലെ ഈ വിശുദ്ധ കൊള്ളറ്റിന് മനസ്സിലാവുകയാണ്. അപ്പം ചോദിച്ചു, അതാരാ അവിടെ മാറി നിൽക്കുന്നത്? എന്തേ അടുത്തേക്ക് വരാത്തത്? സംഘാടകർ പേടിച്ചുപോയി, അവർ വിഷമിച്ചു പോയി. അവർ പറഞ്ഞു, അമ്മേ, ഞങ്ങളോട് അരിശം തോന്നല്ല, ദേഷ്യപ്പെടല്ല. ആ സഹോദരിക്ക് അമ്മയെ ഒന്ന് കാണണമെന്ന് വലിയ ആഗ്രഹം, ഒത്തിരി ഞങ്ങളെ നിർബന്ധിച്ചു, കാണണമെന്ന് ഒത്തിരി വാശി പിടിച്ചു. കുഷ്ഠരോഗിയാണ്, സമൂഹത്തിൻ്റെ മധ്യത്തിലേക്ക് വരാനുള്ള അനുവാദവും ഇല്ല. അങ്ങനെ ഒത്തിരി പറഞ്ഞപ്പോൾ ഞങ്ങൾ സമ്മതിച്ചതാണ്. ഈ വിശുദ്ധ കൊള്ളറ്റ് പറഞ്ഞു, അവളെ ഇങ്ങോട്ട് വിളിച്ചിട്ട് വാ. അങ്ങനെ പറഞ്ഞു തീരും മുമ്പേ വിശുദ്ധ കൊള്ളറ്റ് ഈ സഹോദരിയുടെ അടുത്തേക്ക് അങ്ങോട്ടേക്ക് ഓടി ചെല്ലുകയാണ്. ചെന്നിട്ട് കെട്ടിപ്പിടിച്ച് സ്നേഹത്തോടൊരു ആലിംഗനം കൊടുത്തിട്ട്, മോളെ ഈശോ അനുഗ്രഹിക്കട്ടെ. അധികം വൈകിയില്ല, ശരീരത്തിലെ കുഷ്ഠം മുഴുവനും മാറുകയാണ്. ശരീരത്തിലെ കുഷ്ഠം മാറിയിട്ട് ആ സഹോദരി പൂർണ്ണ സൗഖ്യത്തിലേക്ക് കടന്നു വരികയാണ്. ചില വ്യക്തിത്വങ്ങളെ അംഗീകരിക്കാൻ, ചില സാഹചര്യങ്ങളിൽ കഴിയുന്നവരെ ഉൾക്കൊള്ളാൻ നമ്മുടെ ബുദ്ധിയും നമ്മുടെ അറിവും നമ്മുടെ സ്ഥാനവും നമ്മുടെ സമൂഹത്തിലെ നിലവാരമൊക്കെ സമ്മതിക്കാത്ത അനുഭവം ഉണ്ടാകാം. പക്ഷേ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ എല്ലാവരെയും ദൈവത്തിൻ്റെ മകനും മകളുമായി കാണാൻ, എല്ലാവരെയും സ്വന്തം സഹോദരനും സഹോദരിയുമായിട്ട് കാണാൻ കൃപ ലഭിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കൂടുതൽ നമ്മെ ബലമുള്ളവരാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കൂടുതൽ നമ്മളെ ഉണർവുള്ളവരാകട്ടെ. എല്ലാ വാതിലുകളും അടയുമ്പോൾ പരിശുദ്ധാത്മാവ് പുതിയ വാതിൽ തുറന്നു തരും. കൂടെ ഉണ്ടാകും, സഹായിക്കുമെന്നൊക്കെ കരുതിയവർ പിന്മാറുമ്പോൾ പുതിയ വാതിൽ നമുക്ക് വേണ്ടിയിട്ട് തുറന്നു തരാൻ പരിശുദ്ധാത്മാവ് അരികിൽ വരും. വിശുദ്ധ ഫ്രാൻസിസ് പവോളയുടെ ജീവിതത്തിലുണ്ടായൊരു സംഭവം, വിശുദ്ധനും കൂടെയുള്ള സഹോദരന്മാരും ഒരു നദിയുടെ തീരത്ത് വന്ന് നിൽക്കുകയാണ്. അക്കരയ്ക്ക് പോകണം. വഞ്ചിയിൽ കയറിയിട്ട് ഈ വഞ്ചി തുഴയുന്ന മനുഷ്യന് കൊടുക്കാനുള്ള പണം ഇവരുടെ കൈവശമില്ല. ഇവർ വല്ലാതെ വിഷമിച്ചു. എളുപ്പത്തിൽ അക്കരെ കടന്നിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. സമയം കളഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും. എളുപ്പത്തിൽ അങ്ങോട്ട് എത്തണം. 5 പൈസയില്ല, കുറച്ച് പൈസ മതി ഈ നദി അങ്ങ് കടക്കാൻ, വഞ്ചിക്ക് കൊടുക്കാൻ. പക്ഷേ അത്ര പോലും ഇവരുടെ കൈവശമില്ല. അത്രയും ദാരിദ്ര്യം ഉണ്ടായിരുന്നു ഈ സഹോദരന്മാർക്ക്. ഇവരെന്ത് ചെയ്തെന്നറിയോ? ഫ്രാൻസിസ് പവോള എന്ന വിശുദ്ധൻ ആ നദീ തീരത്ത് അവിടെ അങ്ങ് മുട്ടുകുത്തി. കൂടെയുള്ളവർ ഓർത്തു, ഇതെന്തൊരു പണിയാണ്, ഇതെന്നാ മന്ദബുദ്ധിയുടെ സൈസ് ഇങ്ങനെ കാണിക്കണത്, ഇതെന്താ ഇവിടെ മുട്ടുകുത്തുന്നത്, പള്ളിയിൽ മുട്ടുകുത്തിയാൽ പോരെ.
അവരുടെയൊക്കെ ഉള്ളിലൂടെ ഇങ്ങനെയൊക്കെ ചിന്ത പോയി. അവർ പുറത്തൊന്നും പറഞ്ഞില്ല, അവർ മനസ്സിൽ അങ്ങനെയൊക്കെ ചിന്തിച്ചു. പക്ഷേ വിശുദ്ധ ഫ്രാൻസിസ് പവോള ഇതിലേക്കൊന്നും ശ്രദ്ധിക്കുന്നില്ല. ആ നദീതീരത്ത് മുട്ടുകുത്തിയിട്ട് 2 കൈയും ഉയർത്തിപ്പിടിച്ചിട്ട് എൻ്റെ അപ്പച്ച എന്നുള്ളൊരു വിളിയാണ്, എൻ്റെ ചാച്ച എന്നുള്ളൊരു വിളിയാണ്. സ്വർഗത്തിലെ ചാച്ചനെ അങ്ങ് വിളിക്കുകയാണ്. ഒറ്റ പ്രാർത്ഥന, കർത്താവേ ഞങ്ങളുടെ കയ്യിൽ 5 പൈസയില്ല, ഞങ്ങൾക്ക് അപ്പുറത്തോട്ട് എത്തണം, ഈ നദി കടന്നിട്ട് അപ്പുറത്തോട്ട് പോകണം. 1-2 മിനിറ്റ് നേരത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം എഴുന്നേറ്റു. എന്ത് ചെയ്തെന്നറിയാവോ? ഒരു ഷോൾ ഉണ്ടായിരുന്നു കയ്യിൽ. ആ ഷോൾ എടുത്തിട്ട് ആ വെള്ളത്തിൻ്റെ മീതെ അങ്ങ് വല വീശുന്ന പോലെ അങ്ങ് വിതറി. ആ ഷോൾ അങ്ങ് വെള്ളത്തിൻ്റെ മീതെ കിടക്കുകയാണ്. കയ്യിലൊരു വടിയുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ചുണയുള്ളവർ, ധൈര്യമുള്ളവർ, പോരണമെന്ന് ആഗ്രഹമുള്ളവർ എൻ്റെ കൂടെ പോരെ. ഫ്രാൻസിസ് പവോള ആ തുണിയുടെ മീതെ അങ്ങ് കയറി നിന്നു. വെള്ളത്തിൻ്റെ മീതെ കിടക്കുന്ന തുണിയിൽ ചവിട്ടിയിട്ട് ഫ്രാൻസിസ് പവോള നിൽക്കുകയാണ്. കൂടെ കുറച്ച് പേരും കൂടെ ധൈര്യമുള്ളവർ, ചുണയുള്ളവർ, അവരും കയറി. അവർ ഈ തുണിയുടെ മീതെ കയറി നിൽക്കുകയാണ്. ഫ്രാൻസിസ് പവോള കയ്യിലുണ്ടായിരുന്ന വടി ഉപയോഗിച്ച് തുഴയാൻ തുടങ്ങി. എളുപ്പത്തിൽ അക്കരെ കടന്നു. വഞ്ചി തുഴഞ്ഞ് വരുന്നതിന് മുമ്പ് ഇവർ തുണിയിൽ ചവിട്ടി നിന്നിട്ട് ഇതാ എളുപ്പത്തിൽ വഞ്ചിയിലും സ്പീഡിൽ അക്കരെ കടക്കുകയാണ്. എല്ലാ വാതിലും അടയുമ്പോൾ നമുക്ക് വേണ്ടി പുതിയ വാതിൽ തുറന്നു തരാൻ, പുതിയൊരു അത്ഭുതം പ്രവർത്തിച്ച്, പുതിയൊരു അടയാളം പ്രവർത്തിച്ച് നമ്മളെ സ്വർഗത്തിൻ്റെ അനുഭവങ്ങൾ ഏറ്റുവാങ്ങുന്നവരാക്കി മാറ്റാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. കൂട്ടുകൂടാൻ പറ്റുമോ? മനസ്സിൽ വലിയൊരു സ്നേഹം പരിശുദ്ധാത്മാവിനോട് കാണിക്കാൻ പറ്റുമോ? പരിശുദ്ധാത്മാവേ എൻ്റെ ഉള്ളിൽ നിറയണമേ. ഏത് ജോലി ചെയ്യുമ്പോഴും, എത്രമാത്രം സഞ്ചരിക്കേണ്ടി വന്നാലും, എത്ര യാത്ര ചെയ്യേണ്ടി വന്നാലും ഒറ്റൊരു പ്രാർത്ഥന മനസ്സിൽ, പരിശുദ്ധാത്മാവേ എൻ്റെ ഉള്ളിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ എൻ്റെ ഉള്ളിൽ നിറയണമേ. പ്രാർത്ഥിക്കാൻ ഒന്നും അറിയില്ല എന്ന് പറയുന്ന ആരാണെങ്കിലും ഈ ഒരു പ്രാർത്ഥന, പരിശുദ്ധാത്മാവേ എൻ്റെ ഉള്ളിൽ നിറയണമേ. പ്രിയമുള്ള സഹോദരങ്ങളെ, ആത്മാവ് നമ്മളിൽ കൂടാരമടിക്കും. എങ്ങനെയാണെങ്കിലാണെന്നറിയോ? നമ്മുടെ ഉള്ള് പരിശുദ്ധമാണെങ്കിൽ, പരിശുദ്ധമായ ഇടത്തിലെ പരിശുദ്ധാത്മാവ് വരത്തുള്ളൂ, പരിശുദ്ധമായ ഇടത്തിലെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കത്തുള്ളൂ. ഇച്ചിരി കള്ളും, ഇച്ചിരി നുണ പറച്ചിലും, ഇച്ചിരി കുറ്റം പറച്ചിലും, ഇച്ചിരി പരാതി പറച്ചിലും ആത്മാവ് നിൽക്കുകയില്ല. പരിശുദ്ധാത്മാവിന് ഇഷ്ടമില്ല അങ്ങനെയുള്ള വാസസ്ഥലങ്ങളിൽ വസിക്കാൻ. പരിശുദ്ധമായ ഇടം, പരിശുദ്ധമായ ഹൃദയം, ജീവിതത്തിൽ നിഷ്കളങ്കതയുള്ള ഒരു അനുഭവം, അങ്ങനെയുള്ള ഇടങ്ങളിൽ പരിശുദ്ധാത്മാവ് എപ്പോഴും പ്രവർത്തന നിരതനാണ്. നിൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് സ്ഥാനം കൊടുക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവിന് നിനക്ക് ഇഷ്ടമുള്ള, നിനക്ക് ഏറ്റവും നല്ലൊരു സുഹൃത്തായിട്ട് നിൻ്റെ കൂടെ കൊണ്ടു നടക്കാൻ നീ താല്പര്യപ്പെടുന്നുവെങ്കിൽ, നിൻ്റെ മനസ്സും മനസ്സാക്ഷിയും പരിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കണം. ഒരല്പ തിന്മ പോലും, ഒരു ചെറിയ പാപം പോലും ബോധപൂർവം ചെയ്യാൻ ഇടവരല്ല്. ബോധപൂർവം പാപമാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ചാടിക്കടക്കാൻ, രക്ഷപ്പെടാൻ, പുതിയൊരു ശക്തി കൊണ്ട് നിറയാൻ, പുതിയൊരു ഉണർവ് കൊണ്ട് നിറയാൻ പരിശുദ്ധാത്മാവ് തന്നെ സഹായിക്കട്ടെ. ആഗ്രഹിക്കണം മനസ്സിൽ, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. വീണ്ടും നമുക്ക് കാണാം, പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ നിറയുന്നത് ദാസ്യ മനോഭാവമുള്ളിടത്താണ്. ദാസനാകാൻ, ദാസിയാകാൻ ആര് തയ്യാറാകുന്നുവോ അവരിലാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുക. ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ദാസന്മാർക്കും ദാസിമാർക്കുമാണ് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കിട്ടുക. ദാസനാകാൻ നമുക്കറിയാലോ, ദാസനാകുക എന്ന് പറഞ്ഞാൽ യജമാനൻ്റെ ഇഷ്ടം പൂർണ്ണമായിട്ട് നിറവേറ്റുന്ന ആളാണ്. പ്രതിഫലമൊന്നും ആഗ്രഹിക്കാൻ പറ്റുകയില്ല. സ്വന്തമായിട്ടുള്ള ഒരു സമ്മാനം വേണം, പ്രതിഫലം വേണം, അങ്ങനെ പറയാൻ പറ്റില്ല. യജമാനൻ എന്ത് തരുന്നുവോ അത് അങ്ങ് നിറവേറ്റുകയാണ്. യജമാനൻ എന്ത് ആവശ്യപ്പെടുന്നുവോ, ആഗ്രഹിക്കുന്നുവോ അത് പൂർത്തീകരിക്കുകയാണ്. ദാസനാകാൻ, എളിമപ്പെടുത്താൻ, താഴ്ന്നു കൊടുക്കാൻ. മറ്റുള്ളവർ ഒരു പക്ഷേയൊക്കെ പറയും, ഇതെന്തിനാ ഇങ്ങനെ ചെയ്യണത്, അതെന്തേ ഇങ്ങനൊരു തീരുമാനം എടുത്തത്, അതെന്തേ ഞങ്ങളോട് ആലോചന ചോദിക്കാതെ ഇങ്ങനൊരു പെട്ടെന്നൊരു തീരുമാനം. പലരുടെയും സ്വരമൊക്കെ കേൾക്കാം, പലരുടെയും വാക്കുകളൊക്കെ കേൾക്കേണ്ടി വരാം. പക്ഷേ പരിശുദ്ധാത്മാവ് ഒരു നിർബന്ധമുള്ള കാര്യമാണ്. ദാസനാകാൻ, ദാസിയാകാൻ താല്പര്യം കാണിക്കുന്നവരുടെ അരികിലേക്ക് വരത്തുള്ളൂ. അങ്ങനെയുള്ളവരെ പരിശുദ്ധാത്മാവ് എപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ളവരെ പരിശുദ്ധാത്മാവ് എപ്പോഴും ശ്രദ്ധിക്കും, അവരുടെ കൂട്ടത്തിൽ നടക്കും. പരിശുദ്ധ അമ്മ പറഞ്ഞില്ലേ, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ദാസിയാകാൻ അമ്മ തന്നെ വിട്ടുകൊടുക്കുകയായിരുന്നു. അമ്മയ്ക്ക് ബോധപൂർവം വിട്ടുകൊടുക്കാൻ വലിയ വിഷമമുള്ള സാഹചര്യം, പ്രതികൂല സാഹചര്യങ്ങൾ മാത്രം, എന്നിട്ടും അമ്മ പറയാൻ, ഇതാ കർത്താവിൻ്റെ ദാസി. പറയാൻ പറ്റുമോ?
ഇതാ കർത്താവിൻ്റെ ദാസൻ, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് നിനക്ക് പറയാൻ പറ്റുമോ? എങ്കിൽ നിന്നിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയുണ്ട്. അതുവരെയും ചരിത്രം കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്തൊരു കാര്യമാണ്. പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ഇതാ ഈശോ ജന്മം കൊള്ളുകയാണ്, ഇതാ ഈശോ രൂപമെടുക്കുകയാണ്. മറ്റൊരു പുരുഷനുമായിട്ടുള്ള സഹവാസം ഇല്ലാതെ തന്നെ ഉദരത്തിൽ ശിശുവിന് ജന്മം കൊടുക്കാൻ തക്കവിധം പരിശുദ്ധാത്മാവ് ശക്തമായിട്ടുള്ളൊരു പ്രവൃത്തി പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയാണ്. ഉള്ളു ശുദ്ധമാണെങ്കിൽ, ഉള്ളു നിഷ്കളങ്കമാണെങ്കിൽ, ഒരു ദാസ്യ മനോഭാവമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് വൻ കാര്യങ്ങൾ നിന്നിൽ ചെയ്യും. വൻ കാര്യങ്ങൾ, ഇതുവരെയും ചെയ്യാത്തൊരു കാര്യം, ഒരു പുത്തൻ അഭിഷേകം നിന്റെ ജീവിതത്തെ പരിശുദ്ധാത്മാവ് ഒരു കൂടാക്കിയിട്ട്, പരിശുദ്ധാത്മാവിൻ്റെ കൂടാരമാക്കി രൂപാന്തരപ്പെടുത്തും. സഹിക്കാൻ മനസ്സുണ്ടോ? എങ്കിലും ഉറപ്പിക്കാം, ആത്മാവ് നിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ചിലർ പറയും, സിസ്റ്ററെ വലിയ സഹനമൊന്നുമില്ല, ഒക്കെ സ്മൂത്തായിട്ട് പോണു, വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നീ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. എവിടെയോ ഒരു ചെറിയ വീഴ്ച വന്നിട്ടുണ്ട്. സഹനം വേണം നമ്മുടെ ജീവിതത്തിൽ, കണ്ണുനീര് വേണം നമ്മുടെ ജീവിതത്തിൽ. കണ്ണുനീരാകുന്ന അടിത്തറയിൽ ചവിട്ടി നിന്നിട്ട് വേണം സമൂഹ ജീവിതം, കുടുംബജീവിതം ഒക്കെ കെട്ടിപ്പടുക്കാൻ. ഈ കണ്ണുനീരാകുന്ന അടിത്തറയിൽ ചവിട്ടി നിൽക്കാൻ പറ്റാതെ നിനക്കൊരു ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തില്ല, നിനക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല, നിനക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല, വിശ്വസിക്കാൻ പറ്റത്തില്ല. ഈ കണ്ണുനീരാകുന്ന അടിത്തറ നമുക്കെല്ലാവർക്കും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കൊച്ചു കൊച്ചു സഹനങ്ങളും, ജീവിതത്തിലുണ്ടാകുന്ന പരിപരുത്ത യാഥാർത്ഥ്യങ്ങളും അത് സന്തോഷത്തോടെ സ്വീകരിക്കാൻ, അത് ശാന്തമായിട്ട് സ്വീകരിക്കാൻ നിനക്ക് കഴിയുന്നുവെങ്കിൽ ഈ ആത്മാവ് നിൻ്റെ ബുദ്ധിക്ക് അതീതമായ, നിൻ്റെ ചിന്തകൾക്ക് അപ്പുറത്ത്, നിൻ്റെ കണക്ക് കൂട്ടലുകളൊക്കെ തെറ്റിച്ചുകൊണ്ട് തന്നെ വൻ കാര്യങ്ങൾ നിന്നിലൂടെ പ്രവർത്തിക്കും. നിൻ്റെ അറിവല്ല, നിൻ്റെ കഴിവല്ല, നീ എത്തിപ്പിടിച്ചിട്ടുള്ള സ്വന്തമാക്കിയിട്ടുള്ള നേട്ടങ്ങളല്ല, അതിനേക്കാളൊക്കെ ഉപരിയായി ലോകം മുഴുവൻ മൂക്കത്ത് വിരൽ വെച്ചിട്ട് ഇതെങ്ങനെയാണ് സംസാരിക്കണത്, ഇതെങ്ങനെയാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റണത്, ഇതെങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചത്, അങ്ങനെ അതിശയിച്ച് നിൽക്കുന്ന രീതിയിൽ ഒരു പ്രവൃത്തി ചെയ്യാൻ പരിശുദ്ധാത്മാവിന് സാധിക്കും. നമുക്ക് വിശ്വസിക്കാം. ദാസനാകാൻ, ദാസിയാകാൻ ആര് തന്നെ വിട്ടുകൊടുക്കുന്നുവോ പരിശുദ്ധാത്മാവ് വലിയ കാര്യങ്ങൾ ചെയ്യുകയാണ്. ആര് സഹിക്കാൻ തയ്യാറാകുന്നുവോ അവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ. സഹിക്കാൻ മനസ്സുള്ളവരെ പരിശുദ്ധാത്മാവ് എടുത്ത് ഉപയോഗിക്കും. സഹിക്കാൻ തന്നെ വിട്ടുകൊടുക്കുന്നവരെ പരിശുദ്ധാത്മാവ് എടുത്ത് ഉപയോഗിക്കും. ഒത്തിരി സഹനം ഉണ്ടാവും ജീവിതത്തിൽ, തളർന്നു പോകല്ല്. അത് മുഴുവൻ ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് ഒരടിത്തറയായിട്ട് മാറട്ടെ. ആ സഹനത്തിൻ്റെ നിമിഷങ്ങൾ മുഴുവൻ ഉണർന്ന് പ്രശോഭിക്കാൻ, ഒരു നിലനിൽക്കാനുള്ള, കാലുകൾ ഉറപ്പിച്ചു നിർത്താനുള്ള ഒരടിസ്ഥാനമായിട്ട് മാറട്ടെ. നിൻ്റെ കണ്ണുനീരും നിൻ്റെ നൊമ്പരവും, കണ്ണുനീരില്ലാതെ, സഹനമില്ലാതെ, നൊമ്പരമില്ലാതെ പ്രതിഫലമില്ല, സമ്മാനമില്ല, കിരീടമില്ല. നമുക്ക് ആഗ്രഹിക്കാം ഈ പരിശുദ്ധാത്മാവിൻ്റെ സൗഹൃദം, ഈ പരിശുദ്ധാത്മാവിനെ മാനിച്ചും സ്നേഹിച്ചും അംഗീകരിച്ചും ഇഷ്ടപ്പെട്ടും നല്ലൊരു കൂട്ടുകാരനെ പോലെ ആത്മാവിനോട് ചേർന്ന് ജീവിച്ച് സ്വർഗത്തിൽ നമുക്ക് എത്തിച്ചേരണം. അതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണടച്ച് കൈകൾ കൂപ്പി സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. എൻ്റെ പരിശുദ്ധാത്മാവേ, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് വന്ന് വാസമുറപ്പിച്ചിട്ടുള്ള പരിശുദ്ധാത്മാവേ, എന്നെ നവീകരിക്കണമേ. ഒരു പുതിയ ഉണർവ് എനിക്ക് തരണമേ. ലഭിക്കുന്ന ഓരോ ദിവസവും, ജീവിതത്തിൽ അങ്ങ് സമ്മാനമായി തരുന്ന ഓരോ അനുഭവവും നഷ്ടപ്പെടുത്തി കളയാതെ എല്ലായ്പ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തി തീക്ഷ്ണതയോടെ മുന്നേറാൻ എന്നെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ, ജീവിതത്തിൻ്റെ മുഴുവൻ നിയന്ത്രണവും അവിടുന്ന് ഏറ്റെടുക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ.